ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ലാമീസ് ബോട്ടിക്. അപ്പോൾ നമ്മുടെ കയ്യിലൊക്കെ ചുരിദാറും നൈറ്റിയൊക്കെ തയ്ച്ചിട്ട് ഒരുപാട് കട്ട് പീസുകളൊക്കെ ബാക്കി ഉണ്ടാവുമല്ലോ. അപ്പോൾ അത്തരത്തിലൊരു കട്ട് പീസ് കൊണ്ട് വളരെ മനോഹരമായ രീതിയിൽ ഒരു കുഞ്ഞുടുപ്പ് തയ്ക്കുന്ന വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ മുഴുവനായിട്ട് കാണുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ. ഒരു 6 മാസം മുതൽ 10 മാസം വരെ പ്രായമുള്ള ഒരു കുട്ടികളുടെ മെഷർമെൻറ്റാണ് ഞാനിതിൽ എടുക്കുന്നത്. അങ്ങനെ തുണിയെ നമ്മൾ നേർ പകുതിയാക്കി മടക്കിയിട്ട് വീണ്ടും അതിനെ പകുതിയാക്കി മടക്കുക. അങ്ങനെ 4 ഭാഗങ്ങളാക്കി എടുക്കണം. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ബിഗിനേഴ്സൊക്കെ ശ്രദ്ധിക്കുക. തുണി 4 ഭാഗമുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം കേട്ടോ. എന്നിട്ട് കട്ട് ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെ ഞാൻ നീളം എടുക്കുന്നത് 7 ഇഞ്ചാണ്. വീതി 6 ഇഞ്ചും എടുക്കണം. എന്നിട്ടത് സ്ക്വയർ ചെയ്തിട്ട് സ്ക്വയർ വരച്ച് കൊടുത്താൽ മതി. എന്നിട്ട് നമുക്കത് കട്ട് ചെയ്തെടുക്കാം. ആ ബോഡി പാർട്ടിൻ്റെ ഭാഗം നമുക്ക് സെപ്പറേറ്റ് ചെയ്യാം. എന്നിട്ട് അതിൽ നെക്കും ആംഹോളൊക്കെ അടയാളപ്പെടുത്താം. ഒരു പക്ഷേ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ നെക്കും ആംഹോളൊക്കെ അടയാളപ്പെടുത്തിയിട്ട് നേരെ അങ്ങനെ കട്ട് ചെയ്തെടുക്കാം. നമ്മളിങ്ങനെ ബോഡി പാർട്ടിൻ്റെ ഭാഗം വേർതിരിച്ച് സെപ്പറേറ്റ് ചെയ്തിട്ട് നമ്മൾ ചെയ്യുമ്പോൾ ഒരു നല്ല രീതിയിൽ ബിഗിനേഴ്സ് നല്ല രീതിയിൽ മനസ്സിലാക്കാൻ കഴിയുമെന്നുള്ള ഒരു വിശ്വാസത്തിലാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. ഷോൾഡർ എടുക്കുന്നത് 4 ഇഞ്ച് കേട്ടോ. കഴുത്തിൻ്റെ അകലം 2 ഇഞ്ച്. അങ്ങനെ ഷോൾഡർ 4 ഇഞ്ച് എടുക്കുക. ശേഷം കഴുത്തിൻ്റെ ഇറക്കം എടുക്കുന്നത് 2 ഇഞ്ചാണ്. 2 ഇഞ്ച് ആക്കുന്നതുള്ളൂ. ബാക്ക് ഭാഗം ഞാൻ എടുക്കുന്നത് ഹുക്ക് വെച്ച് കൊടുക്കണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രസ് ബട്ടണോ എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ ഇഷ്ടാനുസരണം വെച്ച് കൊടുക്കുന്നതാണ്. ഞാൻ പ്രസ് ബട്ടണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി അവിടെ ഓപ്പൺ ഇട്ടാണ്. പിന്നെ ആം ഹോൾ വരുന്നത് 3.5 ഇഞ്ചിൽ അടയാളപ്പെടുത്തി കൊടുക്കുക. ശേഷം അതൊന്ന് കർവ് ചെയ്ത് വരച്ച് കൊടുക്കുക. ബാക്കിയൊക്കെ നമ്മൾ നേരത്തെ അടയാളപ്പെടുത്തിയ അളവ് തന്നെയാണ് 6 ഇഞ്ചിൽ. അപ്പോൾ അത് 6 ഇഞ്ച് ഉണ്ടോ എന്നുകൂടി ചെക്ക് ചെയ്ത് നോക്കുക. ഒക്കെ കറക്റ്റാണ്. അപ്പോൾ നമുക്ക് അതിനെ കർവ് ചെയ്ത് കൊടുക്കുക. ശേഷം നെക്കും കർവ് ചെയ്തിട്ട് ഒന്ന് വരച്ചെടുക്കാം. 2 നെക്കും ബാക്കും ഫ്രണ്ടൊക്കെ 2 ഇഞ്ചിലാണ് കട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. അതിനുശേഷം നമ്മൾ താഴ്ഭാഗം ബോഡി പാർട്ടിൻ്റെ ഭാഗം ഒരു 1/2 ഇഞ്ച് കയറ്റിയിട്ട് അടയാളപ്പെടുത്തി കൊടുക്കുക. അവിടെ നിന്ന് 1 ഇഞ്ച് സീം അലവൻസ് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഷേപ്പാക്കി കൊടുത്താൽ മതി. ശേഷം അവിടെ ബോഡി പാർട്ടിൻ്റെ അവസാനത്തിലും ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. നെക്ക് വരച്ചെടുക്കുക. എന്നിട്ട് കട്ട് ചെയ്യുക. ഇത്രയേ പണിയുള്ളൂ നമ്മുടെ ബോഡി പാർട്ടിൻ്റെ ഭാഗം. അപ്പോൾ എല്ലാവരും ഇതുപോലെ ചെയ്യുക. കുഞ്ഞു കുട്ടികൾക്കാവുമ്പോൾ നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആവില്ലേ തയ്ക്കാനൊക്കെ. എല്ലാവർക്കും വളരെ എളുപ്പമാണ്. കുറഞ്ഞ സമയം മതി, പിന്നെ കുറച്ച് തുണി മതി. അതാണ് നമ്മുടെ കയ്യിൽ എപ്പോഴും കട്ട് പീസുകളൊക്കെ ഒരുപാട് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ടൊക്കെ നിങ്ങൾ എല്ലാവരും ചെയ്ത് നോക്കുക. വളരെ എളുപ്പത്തിൽ ഇത് കഴിയും. ഒരുപാട് തയ്ക്കാനൊന്നും ഉണ്ടല്ലോ. ചെറുതായിട്ട് തന്നെ വളരെ എളുപ്പത്തിൽ നമുക്ക് കുറഞ്ഞ സമയം കൊണ്ട് തന്നെ തയ്ച്ചെടുക്കാം. അങ്ങനെ നമുക്ക് നമ്മളെ ബോഡി പാർട്ടിൻ്റെ ഭാഗം മെഷർമെൻറ്റ് കഴിഞ്ഞ് ഇനി അത് കട്ട് ചെയ്തെടുക്കാം. ആം ഹോളും ഒക്കെ കൃത്യമായിട്ട് കട്ട് ചെയ്യുക. ഷോൾഡറിൻ്റെ ഭാഗം കട്ട് ചെയ്യുമ്പോൾ 1/2 ഇഞ്ചിൽ ഷോൾഡർ സ്ലോപ്പ് കൊടുക്കണം കേട്ടോ. അങ്ങനെ ചെയ്യുമ്പോഴാണ് നമ്മുടെ ഫ്രോക്കിനൊക്കെ ഒരു വൃത്തി കിട്ടുള്ളൂ. ഭംഗിയിൽ നല്ല ഷേപ്പിൽ നിൽക്കുള്ളൂ. കുട്ടികൾ ഇടുമ്പോൾ നല്ല ഷേപ്പിൽ നിൽക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കണം. ബോഡി പാർട്ടിൻ്റെ അടിവശത്തും ഒരു 1/2 ഇഞ്ച് കയറ്റിയിട്ട് കട്ട് ചെയ്യണം. എങ്കിലേ അതിനൊക്കെ ഒരു വൃത്തിക്ക് നമുക്ക് കിട്ടുള്ളൂ.
അപ്പോൾ ഫ്രണ്ട് നെക്കിലും ആം ഹോളിലൊക്കെ വെച്ച് കൊടുക്കുന്ന ക്രോസ് പീസാണ്. അപ്പോൾ അതിന് വേണ്ടി ഒരു വൈറ്റ് കളർ തുണി എടുത്തിട്ടുണ്ട്. അതിൽ ഞാൻ ക്രോസായിട്ട് ഒരു ഇഞ്ചിൽ കട്ട് ചെയ്ത് കൊടുക്കാം. ബിഗിനേഴ്സ് ശ്രദ്ധിക്കുക, 1 ഇഞ്ച് എടുക്കുക, ബുദ്ധിമുട്ടായിരിക്കും ചിലർക്ക്. അപ്പോൾ ഒരു 1.25 1.5 ഇഞ്ചിലൊക്കെ ക്രോസ് പീസ് കട്ട് ചെയ്യാൻ ശ്രമിക്കുക. എന്നിട്ട് അത് കട്ട് ചെയ്തെടുക്കുക. നമുക്ക് ഫ്രണ്ട് നെക്കിലും ആം ഹോളിലൊക്കെ ഒരു ഷോ കിട്ടാൻ വേണ്ടി നമുക്ക് വൈറ്റ് കളർ, ഞാൻ ബ്ലാക്ക് തുണി ആയതുകൊണ്ട് വൈറ്റ് എടുക്കുന്നു. നിങ്ങളെ കളറിനനുസരിച്ച് കോൺട്രാസ്റ്റ് കളർ എടുക്കാൻ ശ്രമിക്കുക. എന്നിട്ടത് കട്ട് ചെയ്തെടുക്കുക. വെക്കാൻ വേണ്ടി ഒരു ബോക്ക് വേണ്ടി ഞാൻ ഒരു 6 ഇഞ്ച് നീളത്തിലും 5 ഇഞ്ച് വീതിയിലുള്ളൊരു സ്ക്വയർ പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനെ നേർപകുതിയായിട്ട് അതിനെ മടക്കി വീണ്ടും അതുപോലെ ഒന്നുകൂടി മടക്കിയിട്ട് വീണ്ടും ഇതുപോലെ അതിൻ്റെ മറ്റേ ഭാഗം കൂടി മടക്കിയെടുക്കുക. എന്നിട്ട് അവിടെ തയ്ച്ചു കൊടുക്കുക. അത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം. ഒരു ബോ അല്ലെങ്കിൽ ഒരു ബട്ടർഫ്ലൈ വെക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് സ്റ്റിച്ചിങ് ആരംഭിക്കാം. ഫസ്റ്റ് തന്നെ ബാക്ക് നെക്കാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അതിന് നമ്മുടെ പ്രസ് ബട്ടൺ വെക്കാൻ വേണ്ടി ഞാൻ ഒരു 1.25 ഇഞ്ച് പീസ് തുണി എടുത്തിട്ടുണ്ട്. അതിന് 2 ഭാഗത്തും മടക്കി തയ്ക്കുക. ശേഷം ഒരു ചെറിയൊരു ക്രോസ് പീസ് എടുത്തിട്ട് 2 നെക്കിൻ്റെ ഭാഗം കൂടി മടക്കി തയ്ക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഫ്രണ്ട് ഭാഗം വൈറ്റ് ക്രോസ് പീസ് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ക്രോസ് പീസ് എടുത്തിട്ട് അതിൽ തയ്ക്കുക. നെക്കിൻ്റെ ഭാഗമൊക്കെ തയ്ക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. വലിച്ചു പിടിച്ചാൽ നെക്കിൻ്റെ ആ ഒരു ഫിനിഷിങ് നഷ്ടപ്പെടും. പതിയെ തയ്ച്ചെടുക്കുക. മുഴുവനായിട്ടും തയ്ച്ചിട്ട് അതിൽ കുറച്ച് കട്ടിങ് കൊടുക്കുക. നെക്കിൻ്റെ ഭാഗം കട്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങൾക്ക് ഏത് നെക്ക് ഉപയോഗിക്കാം കേട്ടോ. സ്ക്വയർ നെക്കോ വി ഷേപ്പ് നെക്കോ എന്തെങ്കിലും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാവുന്നതാണ്. അതിന് ശേഷം ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുക. എങ്കിലേ അതൊരു ഫിനിഷിങ് കിട്ടുള്ളൂ മടക്കി തയ്ക്കുമ്പോൾ. ശേഷം അതിനെ നമുക്ക് മടക്കി തയ്ക്കാം. നേരത്തെ ബോക്ക് വേണ്ടി കട്ട് ചെയ്ത് വെച്ച പീസിനെ തയ്ച്ചെടുത്ത് പുറം ഭാഗത്തേക്ക് മറിച്ചിടുക. എന്നിട്ട് അതിൻ്റെ നടുവിലൂടെ ഇങ്ങനെ ചുരുട്ടി പിടിച്ചിട്ട് ഒരു നൂലും മറ്റും കൊണ്ട് ചുറ്റിയെടുക്കുക. ഇത് ഓപ്ഷനിലാണ്. അത് കഴിഞ്ഞിട്ട് ശേഷം നമുക്ക് ഷോൾഡർ ഒന്ന് സ്ലോപ്പ് ചെയ്ത് തയ്ച്ചു കൊടുക്കാം. ഷോൾഡർ കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച വള്ളി ഉണ്ടല്ലോ, അതും കൂടി ഒന്ന് തയ്ച്ചെടുക്കുക. പുറം ഭാഗത്തേക്ക് ഒരു ഈർക്കിളോ എന്തെങ്കിലും ഒന്ന് സ്ക്രൂ ഡ്രൈവറെ പോലത് ഉപയോഗിച്ചിട്ട് ഒന്ന് പുറം ഭാഗത്തേക്ക് മറിച്ചിടുക. ഷോൾഡർ നമ്മൾ സ്ലോപ്പ് ചെയ്ത് തയ്ച്ചതിന് ശേഷം നമ്മുടെ ആം ഹോള് ബോഡി പാർട്ടിൻ്റെ ഒരു വശം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. സ്റ്റിച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്ത് വെച്ച വള്ളി വെക്കാൻ മറക്കരുത്. അത് തയ്ച്ച് കൊടുക്കാം. ശേഷം നമ്മുടെ സ്കേർട്ടിൻ്റെ നമുക്ക് സ്കേർട്ടിൻ്റെ ഭാഗം എടുത്തത് 2 വശ പീസായിട്ടാവില്ലേ കിടക്കുന്നത്. ആ 2 പീസുകൾ തമ്മിൽ ജോയിൻ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ സ്കേർട്ട് ഭാഗത്തിൻ്റെ നല്ല വശവും ബോഡി പാർട്ടിൻ്റെ നല്ല വശവും കൂടി ഒരുമിച്ച് വെച്ചിട്ട് കൊച്ചു പ്ലീറ്റുകളായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ബിഗിനേഴ്സൊക്കെ ശ്രദ്ധിക്കുക, പ്ലീറ്റ് ഇടുന്ന കാര്യത്തിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ 2 ഭാഗവും ഒരു പിൻ ചെയ്ത് വെച്ചിട്ട്, അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഗ്യാപ്പ് മനസ്സിലാവും എത്രത്തോളം പ്ലീറ്റ് വേണ്ടതെന്ന്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് കുഞ്ഞു ചെറിയ പ്ലീറ്റുകളായിട്ട് ഇട്ട് കൊടുക്കാം. ശേഷം നമുക്ക് മറ്റേ ഭാഗം കൂടി ജോയിൻ ചെയ്ത് കൊടുക്കാം. 2 സൈഡുകളും വള്ളി വെക്കണം ശ്രദ്ധിക്കുക.
ജോയിൻ ചെയ്യുമ്പോൾ നമ്മൾ വള്ളി കൂടി ശ്രദ്ധിക്കണം. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഫ്രോക്കിൻ്റെ ഏകദേശം പണി പൂർത്തിയായി. ലാസ്റ്റ് നമുക്ക് അതിൻ്റെ അടിവശം ഒന്ന് മടക്കി തയ്ക്കാം. ഒരു 1/4 ഇഞ്ച് വീതിയിലെടുത്തിട്ട് നമുക്കൊന്ന് മടക്കി തയ്ക്കാം. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഫ്രോക്കിൻ്റെ പണി പൂർത്തിയായി. ഇത്രയും വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്രോക്കാണിത്. സാധാ നോർമൽ നമ്മളെ വീട്ടിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഫ്രോക്കാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ശ്രമിച്ച് നോക്കുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ കമൻറ്റുകളെല്ലാം അറിയിക്കുക. കുറഞ്ഞ തുണി കൊണ്ട് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തയ്ച്ചെടുക്കാൻ പറ്റിയ ഒരു ഫ്രോക്കാണ്. ഓക്കെ, അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.